വേടൻ ഒരു ഗായകനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു ഗായകൻ എന്ന് വേണം പറയാൻ. ഇന്നലെ കിളിമാനൂര് വെള്ളല്ലൂര് ഊന്നങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വേടന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം തയ്യാറായി നിന്ന് അങ്ങനെ ഉച്ചയ്ക്കാണെന്ന് തോന്നണു വന്ന് സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന അതൊക്കെ കണ്ടായിരുന്നു. അപ്പോഴ് വേടൻ ഇന്നലെ ആ പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ കിളിമാനൂര് ഭാഗം അവിടം തൊട്ടേ ഇന്നലെ ബ്ലോക്കായിരുന്നു, ഫുള്ള് ബ്ലോക്കായിരുന്നു. ജനങ്ങൾ ഇരമ്പി അങ്ങ് കയറി. ഈ ഊന്നങ്കല്ല് എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. ആ വയലിലായിരുന്നു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരു സംഭവം നടന്നത്. ഒരു ടെക്നീഷ്യനായ ഒരു പയ്യൻ, പേര് ലിജു എന്നാണ്, ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിനായി ഓരോന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് മരിച്ച്. അപ്പോൾ ഈ വേടൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന വഴിക്കാണ് ഇത് മരണപ്പെടുന്നത്. അത് ആറ്റിങ്ങ സ്വദേശിയാണ്. ഇന്നലെ ന്യൂസിൽ ഇങ്ങനെ കാണിച്ചായിരുന്നു, ഇതിങ്ങനെ വേടൻ്റെ പ്രോഗ്രാമിനായി ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഷോക്കേറ്റ് മരിച്ചെന്നുള്ള വിവരം വേടൻ അറിഞ്ഞും കൊണ്ട് വേടന് സങ്കടമായി. എന്ത് തന്നെ ആയാലും വേടൻ കാര്യം വിവരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത സങ്കടമായ കാഴ്ചയാണ്. അതിൽ വേണ്ടപ്പെട്ടവരെ അവിടെ അറിയിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം സ്ഥലത്ത് വേണ്ടപ്പെട്ടവരെയൊക്കെ വേടൻ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരുന്നില്ല. ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് പോവാൻ പറ്റൂല. ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറേ എണ്ണവും അതുപോലെ കുറേ സ്ത്രീകളുണ്ട്. അവളുമാർ വെളുപ്പാങ്കാലത്ത് ടോയ്ലറ്റിൽ പോലും പോവാതെ വന്ന് കിടക്കണ കുറേ നാറികളായ കുറേ എണ്ണം. ഇതേന്നും പറഞ്ഞ് ആ പെണ്ണുങ്ങൾക്കൊക്കെ എന്തോ ഒരു അഹങ്കാരം. ഞാൻ കണ്ടതാണ് ചാനലിൽ. അടിച്ചങ്ങ് തകർക്കാണ് അവിടെ. അതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൊണ്ട് ഗേറ്റ് കണക്കോ അങ്ങനെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ വൃത്തികെട്ട സ്ത്രീകൾ അടിച്ച് മറിക്കുകയാണ് ചെയ്യണ. എവളെയൊക്കെ അഹങ്കാരികളെന്ന് വേണം പറയാൻ. ഇതെന്തൊരു പൊളപ്പ് ഇത്. ആ വേടൻ പറയുന്നുണ്ട് കാര്യം, വരാൻ പറ്റാത്തതിൻ്റെ കാരണം വേടൻ പറയുന്നുണ്ട്. ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അല്ല, വേടൻ പറയുന്നുണ്ട് എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്ന ഒരു ചേട്ടനാണ് മരണപ്പെട്ടത്. എന്നിട്ട് ഈ നാട്ടിലുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവർക്കൊന്നും ഈ പയ്യൻ മരിച്ചതിൽ ഒരു വിഷമവും ഇല്ല. അതാണ് പറയണം സ്നേഹത്തിൻ്റെ വിലയെന്ന് പറയണത്. കണ്ട ഈ പയ്യന് മനസ്സിലായത് കണ്ട. അവന് പ്രോഗ്രാം അല്ല വലുത്, അതിന് പ്രോഗ്രാം അല്ലായിരുന്നു വലുത്. ഒരു ജീവൻ്റെ വില പെട്ടെന്നങ്ങ് മനസ്സിൽ ആ ഒരു മരണം. അപ്പോൾ വേടൻ ചിന്തിച്ചിട്ടുണ്ട്, വേടൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു പോയി കാണും. അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ അടിച്ചു പൊളിച്ച് പാടാൻ വരാൻ വേടനെ കൊണ്ട് പറ്റാത്തത്.
ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയും കഴിവില്ലാതെ പോയല്ലോ. നിങ്ങളെയൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരുന്നു അപ്പോൾ മരിച്ചിരുന്നെങ്കിൽ നീയൊക്കെ വന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ചനെ അല്ലേ? ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കി നിൻ്റെയൊക്കെ സ്വഭാവം എത്രത്തോളം. ഈ പെണ്ണുങ്ങൾ ഇതെന്തൊരു അഹങ്കാരികളാണ്. പെണ്ണുങ്ങൾ അടിച്ച് പൊളിക്കുന്നുണ്ട്, അത് കാണാം അടിച്ച് പൊളിക്കണത്. ആ സ്റ്റേജ് പൊളിക്കണ്, പെണ്ണുങ്ങൾ ഇടിച്ച് മാറിക്കണ്. എന്നിട്ട് ആണും പെണ്ണും എല്ലാം കൂടെ സ്റ്റേജിനകത്തോട്ട് ചെളി വാരി എറിയണ്. വേടനെ കാണണം, വേടനെ കൊണ്ടുപോവാ, വേടൻ പാട്ട് പാടുന്നു. ഇത്രയും വിവരമില്ലാത്ത സാധനങ്ങളായിപ്പോയല്ലോ എന്നുള്ള ഓർമ്മിക്കുമ്പോഴാണ് അതൊന്ന് കാണാം. ഈ സ്ത്രീകൾ കിടന്ന് പൊളക്കണതും പിന്നെ അതുപോലെ ചെളി വാരി എറിയുന്ന. അപ്പം സ്റ്റേജിനകത്ത് നിന്നും കൊണ്ട് പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കും സാഹചര്യം അതായിപ്പോയത് കൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞ് അപ്പോഴും പറയണ് വെളുപ്പാൻ കാലത്തേ വന്ന് കിടക്കണ്, ടോയ്ലറ്റിൽ പോലും പോയില്ല, പല്ല് പോലും തേച്ചില്ല, അങ്ങനെ വന്ന് കിടക്കണമെന്ന് ഈ സ്ത്രീകളൊക്കെ പറയണു. അത് എവിടെ നിന്നെല്ലാം ഒരു മനുഷ്യൻ്റെ പിന്നെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ആ വേടനെ കൊണ്ട് പറ്റൂല. ഇങ്ങനെ ഒരാൾ വേടന് വേണ്ടിയിട്ട് ആ സ്റ്റേജിൽ ഇത് ശരിയാക്കാൻ വന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു, മരിച്ച്. അവിടെ വെച്ചാണ് ചോദിക്കുന്നത്. മരിച്ചാലും പ്രശ്നമില്ല, ആര് മരിച്ചാലും പ്രശ്നമില്ല, വേടം വന്നാ മതിയേ, വേടം എവിടെ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. സംഘാടകർക്ക് മറുപടികളില്ല, മൈക്ക് സെറ്റുകൾ ഓഫ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വേടനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇത്രയും സമയം ഇവിടെ നിൽക്കുകയാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. വേടൻ എവിടെ? ജനങ്ങൾ വളരെ വൈലന്റാണ്. പെണ്ണുങ്ങൾ അടിച്ച് പൊളിക്കണ്. ഇതെന്തൊരു സ്ത്രീകള്. ഇവളെയൊക്കെ കാവാലം പൊളൊക്കെ വെച്ച് വിട്ടുകൊടുക്കണം. അവരറിയിച്ചിരിക്കുന്നു. അവളെയൊക്കെ അമ്മ അച്ഛനാന്ന് മരിച്ചിരുന്നെങ്കിലോ. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേജിലേക്ക് ചെളിവാരി എറിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക. മുഴുവൻ ക്യാമറയുണ്ട്, പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. സ്റ്റേജിനകത്ത് നിൽക്കണവരെ ചെളി വാരി എറിയണം. അവർ ഇതുകൊണ്ട് ടാർപ്പ കൊണ്ടൊക്കെ മറയ്ക്കുന്നുണ്ട്, എന്നിട്ടും വാരി എറിയണ്. ഇത് എന്തോന്ന് ജനങ്ങൾ ഈ സാധനത്തിൻ്റെയൊക്കെ വീട്ടുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്ന ഇങ്ങനെ ഇറങ്ങുമോ? നമുക്ക് മറ്റുള്ളവരെ കാണണമെന്നും പറഞ്ഞ്. ഇത് വൃത്തികെട്ട ജനങ്ങളാണല്ലോ ഇത്രയും നാളിനിടയിൽ ഈ വേടം പോയിട്ടുള്ളതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവമായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും നിനക്കൊരു അത് എല്ലാം അടിച്ച് ഈ സ്ത്രീകൾ വെളുപ്പാങ്കാലം തൊട്ട് വന്ന് കിടക്കുകയാണ് വേടനെ കാണാൻ. വേടാ വാ വേടാന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്കായി കിടക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റൂല. എന്നിട്ട് വേടൻ പറയുന്നുണ്ട് എനിക്ക് വന്ന് അവിടെ വന്ന് ജനങ്ങളടുത്ത് പറയണമെന്നുണ്ട് എന്ന്. വേടനെ കൊണ്ട് പറ്റണില്ല. വേടൻ്റെ കാര്യത്തിലാണ് ഈ ഒരാൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയണമെന്നുണ്ട് എന്ന് വരെ വേടൻ പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പെരുമാറും. അത്രയ്ക്കാണ്. എനിക്ക് സ്റ്റേജിൽ നിന്ന് പാടാൻ പറ്റില്ലെന്ന് പറയുന്നത് ജനങ്ങളെ അടിക്കും. ആ കണക്കിനാണ് സ്ത്രീകൾ വരെ നിൽക്കണത്. അവർക്ക് വേറൊന്നും വേണ്ട, ആരാ മരിക്കട്ട്, വേടൻ അവിടെ നിന്ന് പാടണം. എന്തോരു മനുഷ്യരാണ് നിങ്ങൾ. ഒത്തിരി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അത് മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ടാണ് ഈ വേടൻ പറയുന്നത് എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് പാടാൻ പറ്റൂല. അത് പറ്റൂല തന്നെ. ഒരാൾ മരിച്ച് അപ്പം വേടൻ്റെ മനസ്സിൽ കാണും എനിക്ക് വേണ്ടിയിട്ട് വന്ന് ചെയ്ത ഒരാൾ അത് മരിച്ചു കഴിഞ്ഞു.
എന്തോ ഒരു കഷ്ടം. നിങ്ങൾക്കൊക്കെ ഇത്രയും ജനങ്ങളെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ഇത് എന്തോന്നാണ്? പോലീസിനൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. സ്ത്രീകളൊക്കെ മണ്ടേ കൂടെയാണ് വീഴണത്. ഈ മണ്ടേ കൂടെ അങ്ങ് മറിഞ്ഞ് വീഴാണ്. പറ്റൂല പ്രോഗ്രാം നടത്തണമെന്നും പറഞ്ഞ് നല്ല മര്യാദയ്ക്ക് പിരിഞ്ഞു പോവും. പിന്നും ആ സ്ഥാനത്ത് തന്നെ ആ വേടനെന്ന് പറയുന്ന ആ പയ്യൻ വന്നനായിരുന്നല്ല. ഇനി വരുമോ? ഇനി വരാൻ പറ്റുമോ? നീയൊക്കെ ഇത്രയും അടിച്ചു പൊളിച്ച് ഇത്രയൊക്കെ കാണിച്ചെടുത്ത് നിന്നെയൊക്കെ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ. വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും നിന്നെയൊക്കെ ഈ ഒരു കണ്ണുകൊണ്ടേ ഇനി കാണുള്ളൂ. നിങ്ങളൊക്കെ അവസരം ഒന്ന് മനസ്സിലാക്കണം. എന്ത് കാരണമാണ് എന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കണം ആദ്യം. വേറെ ഒന്നും പറയാനില്ല.